ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. അത് അതിസങ്കീർണമായ ഒരു കേസാണ്. അതിനാൽ തന്നെ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്നും ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് നിരീക്ഷണം. ബിന്നിൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ബിന്നിൽ, പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. SIT വഴിമുട്ടി നിൽക്കുകയാണ്, അന്വേഷണം എങ്ങുമായില്ല, കുറ്റപത്രം സമർപ്പിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഉറപ്പ്. ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നല്ലോ ഈ നിരീക്ഷണം. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞ 2 ദിവസമായി നിയമസഭ പ്രക്ഷുബ്ധമാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടാണ്. അവിടെ പ്രതിപക്ഷം സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ഈ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, പ്രതികൾക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ അവസരമൊരുക്കുന്നു, അന്വേഷണം തടയുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ കേസിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന കൃത്യമായൊരു സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഇവിടെ ഒരു വശത്ത് രാഷ്ട്രീയമായ വിമർശനങ്ങൾ നടക്കുമ്പോൾ കോടതി ഈ കേസിന്റെ മുഴുവൻ വിശദാംശങ്ങളും അറിയാവുന്ന, ഇതിന്റെ ഓരോ 15 ദിവസം കൂടുമ്പോഴുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു കേസാണ്, അതുകൊണ്ട് തന്നെ അതിലെ കുറ്റപത്രം വൈകുന്നതിൽ അസ്വാഭാവികതയില്ല, അതിൽ പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാലും പ്രതികൾ രക്ഷപ്പെട്ടു എന്ന അർത്ഥമില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇതിലെ ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. കൃത്യമായി മേൽനോട്ടം ഹൈക്കോടതി വഹിക്കുന്നൊരു കേസാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം 4 പേരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ കേസ് CBI അന്വേഷണത്തിന് കൈമാറേണ്ട സാഹചര്യമില്ല എന്ന നിലപാട് തന്നെയാണ് ദേവസ്വം ബെഞ്ചിനുള്ളത്. SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് SIT അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. വിശദാംശങ്ങൾ നൽകിയത് ബിന്നിലാണ്.